നല്ല അടിപൊളി ഒരു കുന്നിൻ്റെ ചരിവിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നത് മറ്റൊരു ഹൈക്കിംഗ് വ്ളോഗിലോട്ടാണ്. ഈ ഹൈക്കിംഗ് വ്ളോഗ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെർണാഡോ മൗണ്ടൻ സബ്മിറ്റ് എന്ന ഒരു ചെറിയ മൗണ്ടൻ ഹൈക്കിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവരെയും ഈ ഹൈക്കിംഗ് വ്ളോഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഹൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അനുബന്ധമായ സ്ഥലങ്ങളിൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു പാർക്ക് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കൂടി തന്നെ ഒരു ചെറിയൊരു പ്രധാനപ്പെട്ട ഒരു റിവർ സാന്റിയാഗോടെ പോകുന്നുണ്ട്. ലേക്ക് ഹോഡ്ജസ് ആണ്. ആ ലേക്ക് ഹോഡ്ജസിന്റെ കൈവരിയും അതിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ സാന്റിക്കിറ്റോ റിവറാണ്. സാന്റിക്കിറ്റോ റിവറിലാണ് ഈ ലേക്ക് ഹോഡ്ജസും എല്ലാം ചെന്ന് ചേരുന്നത്. അപ്പോൾ സാന്റിക്കിറ്റോ റിവർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ് ഈ പാർക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയെന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ബൈസിക്കിളിനും പെഡസ്ട്രിയനും വേണ്ടി ഇവിടെ സാന്റിയാഗോ കൗണ്ടിയിൽ നിർമ്മിച്ച ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നല്ല അടിപൊളി ഒരു കുന്നിൻ്റെ ചരിവിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. സൂപ്പർ. അതൊരു ഹൈവേ ആണ്, I-50. താഴെ ഒരു ലേക്കാണ്, അതിമനോഹരമായി. ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ഉഷാറുണ്ട്. ഏതാണ്ട് മൗണ്ടന്റെ ടോപ്പ് താഴെ എത്തിയിട്ടുണ്ട്. തൊട്ട് താഴെയാണ് ടോപ്പിൻ്റെ. ഞങ്ങൾ ടോപ്പിലെത്തി പിള്ളേരെ. ടോപ്പ് ഓഫ് ദി റാഞ്ചോ ബെർണാഡോ പീക്ക്. സാന്റിക്കിറ്റോ റിവറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് 360 കാണാം. നോക്കേ, എന്ത് മനോഹരം നോക്ക്. ഇതാ ഇവിടെ സെൽഫി എടുക്കുന്ന സൗദ്. ഈ സാക്ക് അങ്ങ് മാറി നിൽക്കുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോട്ടോ ആണ്. ഇതാ സജീർ. എൻ്റെ പള്ളി, ഇതൊരു ഒന്നൊന്നര ഇത് തന്നെ കേട്ടാ. ഏതെങ്കിലും ലൊക്കേഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? എവിടെയാണെന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് എ ഗുഡ് മൂവ്. അതാണ് നമ്മളൊന്ന് പിടിച്ചു.
അങ്ങനെ ഞങ്ങൾ മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഏതാണ്ട് കമ്മ്യൂണിറ്റി ടൗണിൻ്റെ ആ ഏരിയ 360 വ്യൂ നമുക്ക് കാണാൻ കഴിയും. നല്ല ക്ലിയർ ആയിട്ട്. മിസ്റ്റ് ഉണ്ടായിരുന്നു, മിസ്റ്റ് മാറിയപ്പോഴാണ് നല്ല ക്ലാരിറ്റിയോടുകൂടി കണ്ടത്. ഈ ടോപ്പിൽ നിന്നുകൊണ്ട് ഈ ടൗണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പോയിന്റാണ്. എന്ന് പറയുന്നെങ്കിൽ ആക്ച്വലി 6000 ആയിരിക്കും. പാർക്കുകളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇത് ചെയ്യുന്നത് ഈ ബോയ് സ്കൗട്ട്സ് ആണ്. അപ്പം നല്ല യുവാക്കളെയൊക്കെ നല്ലോണം ട്രെയിൻ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ആ ഓർഗനൈസേഷൻ അറിയുന്നത് അവർ ബോയ് സ്കൗട്ട്സ് ഓഫ് അമേരിക്ക അവർ ചെയ്ത പ്രോജക്റ്റാണ് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു രാവിലെ 7:38 തുടങ്ങി. ഇപ്പോൾ 11 o'clock നമ്മുടെ ഹൈക്കിംഗ് തീരെയാണ്. നമ്മൾ ആ ഒരു നല്ല മനോഹരമായ ആ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഫ്രണ്ട്സ് വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഈ ഹൈക്കിൽ ഒരു വൺ ഓഫ് ദ അട്രാക്ഷൻ. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഒരുപാട് ട്രെയിൽസിലൊക്കെ പോകുന്നുണ്ട്. 7.1 മൈൽസിൻ്റെ ഈ ഒരു ചെറിയ ഹൈക്ക് വീഡിയോ നിങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.